നോമ്പുകാലത്ത് കാസർഗോഡിന്റെ പൈതൃകം വിളിച്ചോതുന്നത് തളങ്കര തൊപ്പിയിലൂടെയാണ്. 2018 പൈതൃക പട്ടികയിൽ ഇടം നേടിയ തളങ്കര തൊപ്പിയുടെ നിർമ്മാണം നിർത്തി. സർക്കാർ ആനുകൂല്യങ്ങൾ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് തൊപ്പി നിർമ്മാണം നിർത്തിയത്. 200 വർഷത്തിലധികം പാരമ്പര്യമുള്ള തളങ്കര തൊപ്പിക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും വലിയ ഡിമാൻഡായിരുന്നു. തൊപ്പി എന്നാൽ മലയാളികൾക്ക് തളങ്കര തൊപ്പിയാണ്. തളങ്കരയിലെ അബൂബക്കർ മുസ്ലിയാരുടെ കാലത്താണ് തളങ്കര തൊപ്പിയുടെ പ്രതാപകാലം. 60 വർഷത്തോളം ഇദ്ദേഹം തൊപ്പി നിർമ്മാണത്തിന് നേതൃത്വം നൽകി കടലും കടന്ന് വിദേശ രാജ്യങ്ങളിലടക്കം വിൽപ്പനയ്ക്കെത്തിച്ചു. വർഷങ്ങൾ പാരമ്പര്യമുള്ള തളങ്കര തൊപ്പി ഒരു കാലത്ത് തളങ്കര പ്രദേശത്തെ ആളുകൾക്ക് ഉപജീവന മാർഗം കൂടിയായിരുന്നു. തളങ്കര പ്രദേശത്തെ നിരവധി വീട്ടമ്മമാർ സ്വയം തൊഴിൽ എന്ന നിലയിൽ തൊപ്പി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. തളങ്കര തൊപ്പിയുടെ 4ാം തലമുറയിൽപ്പെട്ട വസ്ത്രവ്യാപാരി അബ്ദുൾ റഹീം മാത്രമാണ് ഇപ്പോൾ തൊപ്പി നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത്. ഞങ്ങളുടെ ഫാമിലിൻ്റെ ഏകദേശം 120 വർഷത്തോളമായി. എൻ്റെ ഉപ്പ അവരുടെ ഉപ്പയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പം 4ാമത്തെ തലമുറയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മാതിരി കാണുന്നില്ല. 2018 സംസ്ഥാന സർക്കാർ പൈതൃക പട്ടികയിലേക്ക് തളങ്കര തൊപ്പിയും പ്രഖ്യാപിച്ചത്. ഇതിനായി ഒരു സംഘം ഉദ്യോഗസ്ഥർ തളങ്കരയിലെത്തി തൊപ്പി നിർമ്മാണ കേന്ദ്രം പരിശോധിക്കുകയും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. നിർമ്മാണത്തിനാവശ്യമായ മെഷീൻ, ഷെഡ് തുടങ്ങിയവയും സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് വ്യവസായ വകുപ്പ് തിരിഞ്ഞു നോക്കിയില്ല. 3-4 വർഷം മുമ്പ് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ട്രെയിനിങ് കൊടുത്തിരുന്നു. പക്ഷേ അതിന് മുമ്പോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതന്നെ അവർ മുമ്പോട്ട് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ന്യൂനപക്ഷ സമുദായത്തിന്റെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അപൂർവം സംരംഭങ്ങളിലൊന്നാണ് തളങ്കര തൊപ്പി. കാലത്തിന്റെ കുത്തൊഴുക്കിൽ അപ്രത്യക്ഷമാകുമ്പോൾ ഒരു നാടിന്റെ സംസ്കൃതി കൂടിയാണ് മറയുന്നതും. റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.